Hi everyone, welcome to a new class of Political Science. I am your Political Science faculty Ashif. So, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ഫോക്കസ് ഏരിയ ആണ്. ചാപ്റ്റർ 3 ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് വരുന്നത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സൊസൈറ്റി, നാഷൻ ആൻഡ് ഗവൺമെന്റ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് സ്റ്റേറ്റും സൊസൈറ്റിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, സ്റ്റേറ്റും ഗവൺമെന്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, സ്റ്റേറ്റും നാഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, സ്റ്റേറ്റും മറ്റ് അസോസിയേഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്. അത്തരത്തിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞപ്പോ തന്നെ സ്റ്റേറ്റും അസോസിയേഷനും എന്നാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് കുറച്ച് ഡെഫിനിഷൻസ് നോക്കാം. എന്താണ് സ്റ്റേറ്റ്, എന്താണ് ഗവൺമെന്റ്, എന്താണ് അസോസിയേഷൻ, എന്താണ് സൊസൈറ്റി തുടങ്ങിയ ആദ്യമായിട്ട് കുറച്ച് ഡെഫിനിഷൻസ് നോക്കാം. എങ്കിലാണ് നമുക്ക് ഇതിന്റെ വ്യത്യാസം മനസ്സിലാവും അല്ലെ. ഒരു കാര്യം എന്താന്ന് മനസ്സിലായാലല്ലേ അതും മറ്റൊരു കാര്യം തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. യെസ്, അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഡെഫിനിഷൻസിലേക്ക് പോവാം. ഫസ്റ്റ്, സ്റ്റേറ്റ്. എന്താണ് സ്റ്റേറ്റ്? നമ്മൾ നോർമലി സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ സംസ്ഥാനം എന്നുള്ളൊരു അർത്ഥം നിങ്ങൾക്ക് മനസ്സിൽ വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതല്ല, പൊളിറ്റിക്കൽ സയൻസിൽ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ രാഷ്ട്രം എന്നുള്ളൊരു അർത്ഥമാണ് കേട്ടോ. അപ്പൊ എന്താണ് പൊളിറ്റിക്കൽ സയൻസിൽ സ്റ്റേറ്റ് എന്ന് നോക്കാം. സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത അതിർത്തിയിൽ രാഷ്ട്രീയമായി സംഘടിച്ച ഒരു കൂട്ടം ജനങ്ങളുള്ള പ്രദേശത്തെയാണ് നമ്മൾ സ്റ്റേറ്റ്, രാഷ്ട്രം എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്ത്യ ഒരു രാഷ്ട്രമാണ് അല്ലെ. ഒരു നിശ്ചിത അതിർത്തി ഉണ്ട് ഇന്ത്യക്ക് അല്ലെ. ഇന്ത്യയുടെ അപ്പുറത്ത് വേറെ രാജ്യമാണ് അല്ലെങ്കിൽ വേറെ രാഷ്ട്രമാണ്. അപ്പൊ ഒരു നിശ്ചിത അതിർത്തിയിൽ രാഷ്ട്രീയമായിട്ട് സംഘടിച്ച ഒരു കൂട്ടം ജനങ്ങളുള്ള ആ ഒരു പ്രദേശത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, രാഷ്ട്രം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും ജസ്റ്റ് ഒന്ന് മൈൻഡിൽ പറയൂ. ഈ ഒരു ഡെഫിനിഷൻ നമുക്ക് പലപ്പോഴും എക്സാമിന് 2 മാർക്സിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ സ്റ്റേറ്റ്. സ്റ്റേറ്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യൂ. അപ്പൊ എന്താണ്? ഒരു നിശ്ചിത അതിർത്തി അല്ലെ, ഒരു നിശ്ചിത അതിർത്തിയിൽ രാഷ്ട്രീയമായി സംഘടിച്ച ഒരു കൂട്ടം ജനങ്ങളുടെ പ്രദേശത്തെയാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടം ജനങ്ങളുള്ള പ്രദേശത്തെയാണ് നമ്മൾ രാഷ്ട്രം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഡെഫിനിഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തത് നാഷൻ. ഇപ്പൊ നമ്മൾ ആ ഹെഡിങ് വായിച്ച പോലെ തന്നെ സ്റ്റേറ്റും നാഷനും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പൊ അതിനു മുമ്പ് നമുക്ക് നാഷൻ എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അല്ലെ. എന്താണ് നാഷൻ? നമ്മൾ പറയില്ലേ, നമ്മൾ ഇന്ത്യക്കാരാണ്, നമ്മളെല്ലാം ഇന്ത്യക്കാരാണ് അല്ലെ. ആ ഒരു മനോഭാവം ഉണ്ടല്ലോ, നമ്മുടെ ദേശമാണ് ഇന്ത്യ, നമ്മുടെ രാജ്യമാണ് ഇന്ത്യ എന്നുള്ള ആ ഒരു മനോഭാവത്തെയാണ് ശരിക്കും നാഷൻ എന്ന് പറയാം. കുറച്ചും കൂടി ഭംഗിയായിട്ട് പറഞ്ഞാല് നാഷൻ എന്ന് പറയുമ്പോൾ തങ്ങളുടെ ചരിത്രപരവും സാംസ്കാരികവുമായിട്ടുള്ള പശ്ചാത്തലത്തെ കുറിച്ചിട്ട് ബോധമുള്ളവരാണ്. അതായത് നമുക്കൊക്കെ നമ്മുടെ ഇന്ത്യയുടെ ഒരു ചരിത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള ഒരു പശ്ചാത്തലത്തെ കുറിച്ച് ബോധമുണ്ട് അല്ലെ. അതുപോലെ ഈ പശ്ചാത്തലം രാഷ്ട്രീയമായി നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ ഒരു ആശയത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നാഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഇന്ത്യയെ നമുക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ സംസ്കാരത്തെയും ചരിത്രത്തെയൊക്കെ ഉൾക്കൊണ്ട് ഇതിങ്ങനെ നിലനിൽക്കണം, നമ്മൾ എപ്പോഴും ഇന്ത്യക്കാരാണ്, ആ ഒരു ബോധം നമ്മളുടെ ഉള്ളിലുണ്ട് അല്ലെ. അതിനെയാണ് നമ്മൾ ടോട്ടലി എന്ത് പറയുന്നത്, നാഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ എന്താണ്, അസോസിയേഷൻ. എന്താണ് അസോസിയേഷൻ? നമുക്കൊക്കെ അറിയാം അല്ലെ. സംഘടന, ഒരുപാട് സംഘടനകൾ ഉണ്ട് അല്ലെ. ഒരുപാട് പല രീതിയിൽ പല സംഘടനകളുണ്ട്. അപ്പൊ നമുക്കൊരു ഡെഫിനിഷൻ, ഒരു ഭംഗിയായ വാക്ക് നോക്കാം. ഡെഫിനിഷൻ: ഒരേ ചിന്താഗതിയിലുള്ള ഒരു കൂട്ടം ആളുകൾ അവരുടെ പൊതു ലക്ഷ്യം നിറവേറ്റുന്നതിനായി ഒത്തുചേരുന്നതിനെയാണ് അസോസിയേഷൻ എന്ന് പറയാം. അതായത് ഒരേ ചിന്താഗതി ആയിരിക്കും അല്ലെ. അസോസിയേഷൻ ഒരു ലക്ഷ്യം ഉണ്ടാവും. അപ്പൊ എല്ലാവർക്കും ആ ലക്ഷ്യം കൈവരിക്കണം എന്നുള്ള ഒരു ചിന്താഗതി ആയിരിക്കും അല്ലെ. അപ്പൊ ഒരേ ലക്ഷ്യത്തോടു കൂടെ ഒരേ ചിന്താഗതിയിലുള്ള ഒരു കൂട്ടം ആളുകൾ അവരുടെ ഒരു പൊതു ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിക്കുന്നതിനെ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒത്തുചേരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്, സൊസൈറ്റി. എന്താ സൊസൈറ്റി? വളരെ സിമ്പിൾ. അപ്പൊ നിങ്ങൾ മേ ബി സോഷ്യോളജി എടുത്തവർക്ക് അറിയാം എന്താ സൊസൈറ്റി. നമ്മൾ സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത് അല്ലെ, സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അപ്പൊ പലപ്പോഴും നമുക്ക് എന്താണ് സൊസൈറ്റി, എന്താണ് സ്റ്റേറ്റ് എന്താണെന്നൊക്കെ അറിയാം. പക്ഷെ അതിന് ഡെഫിനിഷൻ കൊടുക്കാൻ പോകുമ്പോഴാണ് അങ്ങനെ ഒരു ഡെഫിനിഷൻ കൊടുക്കാൻ നിൽക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും അല്ലെ. അപ്പൊ ആ ഡെഫിനിഷൻ നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കുക. എന്താണ് സൊസൈറ്റി? സൊസൈറ്റി പറഞ്ഞാൽ ഇതൊക്കെ തന്നെ രാഷ്ട്രത്തിന്റെ മുന്നോടിയാണ് സൊസൈറ്റി അല്ലെ. ഇവിടെ പറയുന്നുണ്ട് രാഷ്ട്രത്തിന്റെ മുന്നോടിയാണ് സമൂഹം. ഈ മുന്നോടിയ മീൻസ് രാഷ്ട്രത്തിന് മുമ്പേ ഉണ്ടായി സമൂഹം. ഇപ്പോ ഇന്ത്യ, പാകിസ്ഥാൻ, അമേരിക്ക, UAE, അങ്ങനെ സൗദി, അങ്ങനെ ഓരോ രാജ്യങ്ങൾ അങ്ങനെ വിഭജിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല. ലോകം ടോട്ടലി ഒരു സമൂഹമായിരുന്നു അല്ലെ. അതായത് രാഷ്ട്രത്തിന് മുമ്പേ സമൂഹമുണ്ട്, പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇതിങ്ങനെ മുറിച്ച് രാഷ്ട്രങ്ങളാക്കിയത്. ഏതോ ഒരാൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഭൂപടത്തിൽ ഈ വരകളൊക്കെ വരച്ചത് ആരാണ്? നമ്മൾ മനുഷ്യരാണ് അല്ലെ. ഈ ഭൂപടത്തിൽ വരകളൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, നമ്മൾ മനുഷ്യരാണ് ഈ വരകളൊക്കെ വരച്ചത്. അതാണ് ഇവിടെ പറയുന്നത്, രാഷ്ട്രത്തിന്റെ മുന്നോടിയാണ് സമൂഹം. രാഷ്ട്രം ഉണ്ടാവുന്നതിന് മുമ്പ് ആദ്യം സമൂഹമാണ്, പിന്നെ മനുഷ്യരാണ് സമൂഹത്തെ വിഭജിച്ച് ഓക്കെ ഇത് ഇന്ത്യ, അത് പാകിസ്ഥാൻ, അത് UAE, ഇതൊക്കെ നമ്മളാണ് വിഭജിച്ചത് അല്ലെ. അപ്പൊ രാഷ്ട്രത്തിന്റെ മുന്നോടിയാണ് സമൂഹം. അതുപോലെ തന്നെ സമൂഹത്തിന്റെ ഡെഫിനിഷൻ കൊടുക്കാൻ പറയുമ്പോൾ സിമ്പിൾ ആണ്. എന്താ? മനുഷ്യരുടെ സാമൂഹ്യമായ ബന്ധങ്ങളുടെ ഫലമായിട്ടാണ് സമൂഹം ഉണ്ടാവുന്നത്. നമ്മൾ മനുഷ്യരൊക്കെ ഇങ്ങനെ ഇവിടെ ജീവിക്കുന്നതുകൊണ്ടാണ് ഈ സമൂഹം ഉണ്ടാവുന്നത്.
സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും ആകെത്തുകയാണ് സമൂഹം എന്ന് പറയാം. സ്ഥാപനം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പൊ ഡിസോൺ ഒരു സ്ഥാപനമാണ്, ആ സ്ഥാപനം അല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോ എന്താണ് സാമൂഹിക സ്ഥാപനം എന്ന് പറയുമ്പോൾ മാരേജ്, ഫാമിലി അല്ലെ, കുടുംബം, വിവാഹം, അത്തരത്തിലുള്ളതാണ് സാമൂഹ്യ സ്ഥാപനം. അല്ലാതെ സാമൂഹ്യ സ്ഥാപനം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഡിസോൺ ഒരു സ്ഥാപനമാണ്, ആ സ്ഥാപനം എന്നുള്ള ഉദ്ദേശത്തിലല്ല. അപ്പൊ അത്തരത്തില് എന്താണ് സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും ഒക്കെ ഒരു ആകെത്തുകയെ നമുക്ക് എന്ത് പറയാം? സമൂഹം എന്ന് പറയാം. അപ്പൊ ഇത്രയൊക്കെയാണ് ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടത്. എന്താണ് സ്റ്റേറ്റ്, എന്താണ് അസോസിയേഷൻ, എന്താണ് നാഷൻ, എന്താണ് സൊസൈറ്റി. ഇതിൽ തന്നെ നിങ്ങൾ 4 ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ തന്നെ നിങ്ങൾ കുറച്ച് ഊന്നൽ കൊടുത്ത് പഠിക്കേണ്ടത് ഫസ്റ്റത്തെ 2 സ്റ്റേറ്റും നാഷനും. എന്താണ് സ്റ്റേറ്റ് എന്ന് പലപ്പോഴും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് നാഷൻ. അപ്പൊ ഇതിന്റെ 2ന്റെ ഡെഫിനിഷൻ കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കുക. അടുത്ത ഓൺലൈൻ ക്ലാസ്സിൽ ഞാൻ ചോദിക്കും. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് പറയാം. ഇനി നമുക്ക് നമ്മളെ പാഠത്തിന്റെ ഹെഡിങ് എന്തായിരുന്നു? ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ്, സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി, സ്റ്റേറ്റ് ആൻഡ് അസോസിയേഷൻ, സ്റ്റേറ്റ് ആൻഡ് നാഷൻ. ഇതാണ് നമ്മുടെ പാഠത്തിന്റെ ഹെഡിങ് അല്ലെ. അപ്പൊ ആ ഒരു ഹെഡിങ്ങിലേക്ക് പോവാം. ഫസ്റ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ്. സ്റ്റേറ്റും ഗവൺമെന്റും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താ? അപ്പൊ നമ്മൾ ഓൾറെഡി സ്റ്റേറ്റിന്റെ അവിടെ പറഞ്ഞു അല്ലെ. എന്താ സ്റ്റേറ്റിന്റെ അവിടെ പറഞ്ഞത്? ഒരു നിശ്ചിത അതിർത്തിയിൽ രാഷ്ട്രീയമായി സംഘടിച്ച ഒരു കൂട്ടം ജനങ്ങളുള്ള പ്രദേശത്തെയാണ് നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അല്ലെ. അവിടെ തന്നെ ഒരു പോയിന്റ് കൂടി ഉണ്ട്. എന്താണ് സ്റ്റേറ്റിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാ? ജനങ്ങൾ. അഫ്കോഴ്സ് നമ്മളിപ്പോ ഇന്ത്യ രാഷ്ട്രമാണ്, ഇന്ത്യ ഒരു സ്റ്റേറ്റ് ആണ്, രാഷ്ട്രമാണ്. അവിടെ എന്തുണ്ട്? ജനങ്ങളുണ്ട്, നമ്മളൊക്കെ ഉണ്ട് അല്ലെ. ജനങ്ങളുണ്ട്. രണ്ടാമത്തെ പ്രദേശം, ഒരു പ്രദേശം ഉണ്ട്. അഫ്കോഴ്സ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു പ്രദേശം ഉണ്ട്. അപ്പൊ ജനങ്ങൾ, പ്രദേശം, ഗവൺമെന്റ്. പിന്നെ ഇവിടെ ഗവൺമെന്റ് ഇല്ലേ? ഉണ്ട്. നമ്മളെ കൃത്യമായിട്ട് നയിക്കാനും ഭരണം നടത്താനൊക്കെ ഒരു ഗവൺമെന്റ് ഉണ്ട്. നാലാമത്തത് പരമാധികാരം. ആ ഗവൺമെന്റിന് ഒരു പരമാധികാരം ഉണ്ട്. ഗവൺമെന്റ് ഒരു നിയമം ഇറക്കുമ്പോൾ നമ്മളൊക്കെ അനുസരിക്കുന്നുണ്ട്. അത്തരത്തിലൊരു പരമാധികാരമുണ്ട്. അപ്പൊ ഈ 4 കാര്യങ്ങൾ എന്താണ്? നമ്മുടെ സ്റ്റേറ്റിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അപ്പൊ എന്താണ് സ്റ്റേറ്റ്? ഒരു നിശ്ചിത അതിർത്തിയിൽ രാഷ്ട്രീയമായി സംഘടിച്ച ജനങ്ങളുള്ള ഒരു പ്രദേശത്തെയാണ് നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സ്റ്റേറ്റിന്റെ പ്രധാനപ്പെട്ട 4 ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് നമ്മൾ തന്നെയാണ്, ജനങ്ങൾ. 2 എന്താണ്? പ്രദേശം. 3 ഗവൺമെന്റ്. 4 പരമാധികാരം. ഈ 4 ഘടകങ്ങളും സ്റ്റേറ്റിന്റെ പ്രധാനപ്പെട്ട സവിശേഷതയാണ്. അപ്പൊ ഇവിടെ തന്നെ നമുക്ക് ഫസ്റ്റ് പോയിന്റ് കിട്ടി. സ്റ്റേറ്റും ഗവൺമെന്റും തമ്മിലുള്ള ഫസ്റ്റ് ഡിഫറൻസ് കിട്ടി. എന്താ? സ്റ്റേറ്റിന്റെ പ്രധാനപ്പെട്ട 4 ഘടകങ്ങളിൽ ഒന്ന് മാത്രമാണ് ഗവൺമെന്റ് അല്ലെ. ജനങ്ങൾ, പ്രദേശം, പരമാധികാരം, ഗവൺമെന്റ്. ഈ 4 ഘടകങ്ങളിൽ ഒന്ന് മാത്രമാണ് ഗവൺമെന്റ്. അപ്പൊ അത് തന്നെയാണ് ആദ്യത്തെ പോയിന്റ്. നോക്കാം. ജനങ്ങൾ, പ്രദേശം, ഗവൺമെന്റ്, പരമാധികാരം എന്നിവയാണ് രാഷ്ട്രത്തിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഗവൺമെന്റ് രാഷ്ട്രത്തിന്റെ ഒരു ഘടകം മാത്രമാണ്. അപ്പൊ ആദ്യത്തെ പോയിന്റ് ക്ലിയർ ആയല്ലോ? യെസ്, ക്ലിയർ ആയി. ഇനി രണ്ടാമത്തെ പോയിന്റ് വളരെ സിമ്പിൾ ആണ്. രാഷ്ട്രത്തിന്റെ അംഗത്വം നിർബന്ധമാണ്. നമ്മളൊക്കെ ഓരോ രാഷ്ട്രത്തിൽ ജനിച്ചു വീഴാം അല്ലെ. നമ്മൾ ജന്മം കൊണ്ട് തന്നെ, ഞാൻ ജനിക്കുമ്പോൾ തന്നെ ഞാൻ രാഷ്ട്രത്തിന്റെ അംഗത്വം, എനിക്കൊരു രാഷ്ട്രത്തിന് മെമ്പർഷിപ്പ് കിട്ടുകയാണ്. അപ്പൊ ജന്മം കൊണ്ട് തന്നെ നമ്മൾ ഓരോ രാഷ്ട്രത്തിലും നമ്മൾ ഓരോരുത്തരും അംഗമായി തീരുന്നു. എന്നാൽ ഗവൺമെന്റിന്റെ അംഗത്വം നിർബന്ധമാണോ? എല്ലാവരും ഗവൺമെന്റ് എംപ്ലോയി ആണോ? ഇല്ല. ഗവൺമെന്റ് എംപ്ലോയി എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവ് കൊണ്ടും ഭാഗ്യം കൊണ്ടൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു സ്ഥാനമാണ് അല്ലെ. അപ്പൊ അതാണ് രണ്ടാമത്തെ പോയിന്റ്. വളരെ സിമ്പിൾ ആണ്. രാഷ്ട്രത്തിന്റെ അംഗത്വം നിർബന്ധമാണ്, എന്നാൽ ഗവൺമെന്റിലെ അഥവാ ഭരണകൂടത്തിലെ പങ്കാളിത്തം നിർബന്ധമില്ല. ഇനി മൂന്നാമത്തെ പോയിന്റ്, രാഷ്ട്രം ശാശ്വതമായിട്ടുള്ളതാണ് അല്ലെ. രാഷ്ട്രം എപ്പോഴും ഉണ്ടാവും. ഗവൺമെന്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ രാഷ്ട്രം എപ്പോഴും ഉണ്ടാവും. പക്ഷെ ഗവൺമെന്റ് ശാശ്വതമാണോ? അല്ല. ഇപ്പൊ ഒരു ഗവൺമെന്റ് വരികയാണ്, ഒരു ഗവൺമെന്റ് 5 വർഷത്തേക്ക്, അത് കഴിഞ്ഞ് അടുത്ത ഗവൺമെന്റ് ആണ് ഭരിക്കുന്നത് അല്ലെ. അപ്പോ ഗവൺമെന്റ് ഒരിക്കലും ശാശ്വതമല്ല. ഓരോ 5 വർഷത്തേക്ക് ആളുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ രാഷ്ട്രം എന്നുള്ളത് ശാശ്വതമാണ്, ഗവൺമെന്റ് എന്തല്ല? ശാശ്വതമല്ല. ഇനി നാലാമത്തെ ഒരു പോയിന്റ്, രാഷ്ട്രത്തിന്റെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാവില്ല. ഇപ്പൊ എല്ലാം രാഷ്ട്രം ഒരുപോലെ തന്നെ. ഇപ്പൊ ഇന്ത്യ ആവട്ടെ അല്ലെങ്കിൽ വേറെ രാഷ്ട്രങ്ങളാവട്ടെ, എല്ലാ രാഷ്ട്രങ്ങളൊക്കെ എന്തായിരിക്കും? അതിന്റെ സ്വഭാവത്തിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. രാഷ്ട്രത്തിന്റെ സ്വഭാവത്തിൽ മാറ്റമൊന്നുമില്ല. എന്നാൽ ഗവൺമെന്റിന്റെ സ്വഭാവമോ, ഭരണകൂടത്തിന്റെ സ്വഭാവം രാജ്യം തോറും വ്യത്യാസമായിരിക്കും. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ജനാധിപത്യമാണ്. എല്ലാ രാജ്യങ്ങളിലും ജനാധിപത്യമാണോ? അല്ല. രാജഭരണമുള്ള രാജ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ സ്വേച്ഛാധിപത്യ ഭരണമുള്ള രാജ്യങ്ങളുണ്ട്. അങ്ങനെ പല ഗവൺമെന്റിന്റെ പല സ്വഭാവങ്ങളുണ്ട് അല്ലെ. അപ്പോ നമ്മുടെ രാഷ്ട്രത്തിന്റെ സ്വഭാവത്തിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. പക്ഷെ രാജ്യം മാറും തോറും എന്ത് ചെയ്യും? ഗവൺമെന്റിന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ്. എളുപ്പമല്ലേ? സ്റ്റേറ്റും ഗവൺമെന്റും തമ്മിലുള്ള വളരെ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വ്യത്യാസങ്ങളാണ്. അപ്പൊ വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീണ്ടും ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അതുപോലെ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആവുന്നത് ആ സമയത്തൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കും കേട്ടോ. ഇനി അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി. ഇപ്പൊ നമ്മൾ സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ് പറഞ്ഞു. ഇനി നമുക്ക് ആരെ നോക്കാം? സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി നോക്കാം. ഓക്കെ. അപ്പൊ അവിടെ നിങ്ങളെ ഡെഫിനിഷൻ മറക്കരുത്. ഡെഫിനിഷൻ എന്തായിരുന്നു? സ്റ്റേറ്റിന്റെ എല്ലാത്തിലുള്ളത് സ്റ്റേറ്റ് ആണ്. അപ്പൊ നമ്മൾ ആ സ്റ്റേറ്റിന്റെ ഡെഫിനിഷൻ മറക്കരുത്. എന്താണ്? ഒരു നിശ്ചിത അതിർത്തിയിൽ രാഷ്ട്രീയമായിട്ട് സംഘടിച്ച ജനങ്ങളുടെ പ്രദേശത്തെയാണ് നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയാ.
പ്രധാനപ്പെട്ട 4 ഘടകങ്ങളാണ് ജനങ്ങൾ, പ്രദേശം, ഭരണകൂടം, പരമാധികാരം അല്ലെ. ഇതിലിപ്പോ ഏതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിനുള്ളത്? ജനങ്ങളുണ്ട്. രാഷ്ട്രത്തിനും സമൂഹത്തിനും എന്തുണ്ട്? ജനങ്ങളുണ്ട്. ഇനി രണ്ടാമത്തെ എന്താണ്? പ്രദേശം. സമൂഹത്തിന് അങ്ങനെ പ്രാദേശികമായിട്ടൊരു അതിർത്തി ഉണ്ടോ? ഇന്നത് മാത്രം, ഇപ്പൊ ഇന്ത്യ മാത്രമാണ് സമൂഹം, അല്ലെങ്കിൽ പാകിസ്ഥാൻ മാത്രമാണ് സമൂഹം, സൗദി മാത്രമാണ് സമൂഹം, അങ്ങനെ ഉണ്ടോ? ഇല്ല. ഈ ലോകം മുഴുവൻ എന്താണ്? സമൂഹമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭൂപടങ്ങളിലൊക്കെ ഈ വരകളൊക്കെ വരച്ചത് ആരാണ്? നമ്മൾ മനുഷ്യരാണ്. ഭൂപടം ടോട്ടലി സമൂഹമാണ് അല്ലെ. അപ്പോ പ്രാദേശികമായിട്ട് അതിർത്തി ഇല്ല. അത് തന്നെയാണ് ഫസ്റ്റ് പോയിന്റ്. രാഷ്ട്രത്തിന് ഒരു നിശ്ചിത പ്രദേശം കൂടിയേ തീരൂ. സമൂഹത്തിന് അങ്ങനെ പ്രാദേശികമായിട്ട് അതിർത്തികളൊന്നുമില്ല, എല്ലാം സമൂഹമാണ് അല്ലെ. അപ്പൊ രാഷ്ട്രത്തിന് ഒരു നിശ്ചിത പ്രദേശം കൂടിയേ തീരൂ. സമൂഹത്തിന് അങ്ങനെ പ്രാദേശികമായിട്ട് അതിർത്തികളൊന്നുമില്ല, എല്ലാം ഈ ലോകം ടോട്ടലി സമൂഹമാണ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? നമ്മൾ പറഞ്ഞു രാഷ്ട്രത്തിന്റെ പ്രധാനപ്പെട്ട സ്റ്റേറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട എന്താണ് ഘടകമാണ് ഗവൺമെന്റ് അല്ലെ, ഭരണകൂടം. സമൂഹത്തിന് അങ്ങനെ ഒരു ഗവൺമെന്റ് വേണമെന്നുണ്ടോ? ഇപ്പൊ സമൂഹം എന്ന് പറഞ്ഞാൽ മൃഗങ്ങളും സമൂഹമാണ്, മൃഗസമൂഹമാണ്, പക്ഷി മൃഗാദികൾ അവർക്കൊരു സമൂഹം ഉണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ സമൂഹമാണ്. അപ്പോ ഭരണകൂടമില്ലാതെ രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല, പക്ഷെ സമൂഹത്തിനോ അങ്ങനെ ഒരു ഭരണകൂടം വേണമെന്നൊന്നുമില്ല. അപ്പൊ അത് രണ്ടാമത്തെ ഡിഫറൻസ് ആണ്. ഇനി മൂന്നാമത്തതോ, നമ്മൾ പറഞ്ഞു രാഷ്ട്രത്തിന്റെ പ്രത്യേകതകളില്, ഘടകങ്ങളില് രാഷ്ട്രത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ത്? പരമാധികാരം. അപ്പൊ രാഷ്ട്രം ഒരു പരമാധികാര കേന്ദ്രമാണ്, എന്നാൽ സമൂഹം അങ്ങനെ ഒരു പരമാധികാര സ്ഥാപനമല്ല സമൂഹം. ഓർത്തു വെക്കുക, രാഷ്ട്രം എന്ന് പറയുമ്പോൾ ഒരു ഗവൺമെന്റും ഒരു പരമാധികാരം ഒക്കെ ഉണ്ടാവും, പക്ഷെ സമൂഹത്തിന് അങ്ങനെ ഒരു ഗവൺമെന്റോ പരമാധികാരോ വേണമെന്നില്ല. ഇനി അടുത്ത പോയിന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, രാഷ്ട്രത്തിന്റെ മുന്നോടിയാണ് സമൂഹം ഉണ്ടായത്. സമൂഹം ആദ്യം ഉണ്ട്, ഈ ലോകമാണ് ആദ്യം ഉള്ളത് അല്ലെ, സമൂഹമാണ് ആദ്യം. പിന്നെ അത് കഴിഞ്ഞ് സാമൂഹ്യ പരിണാമത്തിന്റെ ഒരു ഘട്ടത്തിലാണ് രാഷ്ട്രം നിലവിൽ വന്നത്. അതായത് ആദ്യം സമൂഹമാണ്, പിന്നെയാണ് ആളുകൾ എന്ത് ചെയ്തത്? ഓക്കെ, ഇത് ഇന്ത്യ, ഇത് പാകിസ്ഥാൻ, ഇത് സൗദി, അതുപോലെ തന്നെ ഇത് വേറെ രാജ്യം, ഇങ്ങനെ എന്ത് ചെയ്യുന്നത്? ആളുകൾ ഇത് ഡിവൈഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ രാഷ്ട്രത്തിന്റെ മുന്നോടിയാണ് സമൂഹം. സാമൂഹ്യ പരിണാമത്തിന്റെ ഒരു ഘട്ടത്തിലാണ് എന്തുണ്ടായത്? സാമൂഹ്യ പരിണാമത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് രാഷ്ട്രം നിലവിൽ വന്നത്. അപ്പൊ ആ ഒരു പോയിന്റ് മനസ്സിലാക്കാം. ആദ്യം സമൂഹമാണ്, പിന്നെയാണ് നമ്മൾ അതിനെ രാഷ്ട്രമായിട്ട് ഡിവൈഡ് ചെയ്തത്. ഇനി ലാസ്റ്റ് പോയിന്റ്, സമൂഹം ആചാരങ്ങളെയും പാരമ്പര്യങ്ങളെയാണ് ആശ്രയിക്കുന്നത് അല്ലെ. നമുക്കറിയാം സമൂഹത്തിൽ ഒരുപാട് ആചാരങ്ങളുണ്ട്, ഒരുപാട് പാരമ്പര്യങ്ങളുണ്ട്. അപ്പൊ സമൂഹം ഇത്തരത്തില് ആചാരങ്ങളെയും പാരമ്പര്യങ്ങളാണ് ആശ്രയിക്കുന്നത്. എന്നാൽ രാഷ്ട്രം പാരമ്പര്യങ്ങൾ ആശ്രയിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. രാഷ്ട്ര നിയമങ്ങളെയാണ്. ഇപ്പൊ ഒരു തെറ്റ് ചെയ്യരുത്, എന്തല്ലെങ്കിൽ നമ്മൾ കൊള്ളയടിക്കരുത് എന്ന് പറഞ്ഞാൽ കൊള്ളയടിച്ച് നമ്മൾ ജയിലിലിടും, അത് നിയമമാണ്. അപ്പൊ സമൂഹം ഇപ്പോൾ ഒരുപാട് പാരമ്പര്യങ്ങൾ, ആചാരങ്ങൾ ഇതിന് പിന്നാലെയാണെങ്കിൽ രാഷ്ട്രം ഒരു വ്യക്തമായിട്ടുള്ള ഭരണഘടന, നിയമം, ഗവൺമെന്റ്, ഇത്തരത്തില് രാഷ്ട്രം നിയമങ്ങളുടെ ഒരു കൂടാരാണ്, അല്ലെങ്കിൽ നിയമങ്ങളെയാണ് എന്ത് ചെയ്യുന്നത്? രാഷ്ട്രം ആശ്രയിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി എന്നുള്ളതിൽ പറയാനുള്ളത്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് ആണ്, നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? റിലേറ്റ് ചെയ്യാം. അപ്പൊ ക്ലിയർ ആയി വിശ്വസിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഈ ഭാഗം സ്ക്രീൻഷോട്ട് ചെയ്യുക, നിങ്ങൾക്ക് ഫ്രീ ആവുന്ന സമയത്തൊക്കെ ഒന്ന് നോക്കുക. ഇനി അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് അസോസിയേഷൻ അല്ലെ. സ്റ്റേറ്റും അസോസിയേഷനും, നമ്മൾ എന്താ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്താ അസോസിയേഷനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വളരെ സിമ്പിൾ ആണ്, നോക്കാം. രാഷ്ട്രത്തിന്റെ അംഗത്വം നിർബന്ധ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജന്മം കൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും രാഷ്ട്രത്തിൽ അംഗത്വം നേടുന്നുണ്ട് അല്ലെ. അപ്പൊ ഞാൻ ജനിക്കുമ്പോൾ ഞാനൊരു രാഷ്ട്രത്തിൽ അംഗത്വം നേടുന്നുണ്ട്, നിങ്ങളും അങ്ങനെ തന്നെ. എന്നാൽ അസോസിയേഷൻ അങ്ങനെയാണോ? അസോസിയേഷനിൽ അംഗത്വം നിർബന്ധമാണോ? ഇപ്പൊ എനിക്കൊരു അസോസിയേഷനിൽ അംഗമാവാം, മെമ്പർഷിപ്പ് എടുക്കാം, എടുക്കാതിരിക്കാം, അത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളാണ് അല്ലെ. അപ്പൊ അത് തന്നെയാണ് ഫസ്റ്റ് പോയിന്റ്. രാഷ്ട്രത്തിന്റെ അംഗത്വം നിർബന്ധമാണ്. ജന്മം കൊണ്ട് തന്നെ ഒരു വ്യക്തി സ്റ്റേറ്റിൽ അഥവാ രാഷ്ട്രത്തിൽ അംഗമായി തീരുന്നു. എന്നാലോ സംഘടനയിൽ അംഗത്വം നിർബന്ധമല്ല. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനനുസരിച്ച് സംഘടനയിൽ ചേരണോ, ജോയിൻ ചെയ്യണോ, മെമ്പർഷിപ്പ് എടുക്കണോ എന്നുള്ളത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ്. അപ്പൊ രാഷ്ട്രത്തിന്റെ അംഗത്വം നിർബന്ധമാണ്, ഓരോ അസോസിയേഷനിലെയും അംഗത്വം നിർബന്ധമില്ല. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണ്? അത് സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് ആണ്. ഒരാൾക്ക് ഒരു സമയം ഒരു രാഷ്ട്രത്തിൽ അല്ലെ, ഒരാൾക്ക് ഒരേ സമയം ഒരു രാഷ്ട്രത്തിൽ മാത്രമേ അംഗമാവാൻ സാധിക്കുള്ളൂ. ഇപ്പൊ ഞാനൊരു രാഷ്ട്രത്തിൽ ജനിച്ചു, അപ്പൊ എനിക്ക് ആ രാഷ്ട്രത്തിന്റെ അംഗത്വമാണ് കിട്ടുന്നത്. എന്നാൽ ഒരാൾക്ക് ഒരേ സമയം വ്യത്യസ്ത അസോസിയേഷനിൽ എന്ത് ചെയ്യാം? അംഗത്വം എടുക്കാം. എനിക്ക് വേണമെങ്കിൽ ഈ അസോസിയേഷനിൽ അംഗത്വം എടുക്കാം, ഈ അസോസിയേഷനിൽ അംഗത്വം എടുക്കാം, അതൊക്കെ എന്റെ ഇഷ്ടമാണ്. അപ്പൊ അതൊരു പോയിന്റ് ആണ് അല്ലെ. ഒരാൾക്ക് ഒരേ സമയം ഒരു രാഷ്ട്രത്തിലെ അംഗത്വം എടുക്കാൻ പറ്റുള്ളൂ, പക്ഷെ അതേപോലെ തന്നെ ഒരാൾക്ക് ഒരേ സമയം ഒന്നിലധികം അസോസിയേഷനിൽ അംഗത്വം എടുക്കാം. അപ്പൊ അതൊരു സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇനി മൂന്നാമത്തെ പോയിന്റ്, രാഷ്ട്രം ഒരു സ്ഥിര സംവിധാനമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാഷ്ട്രം ശാശ്വതമാണ്, അത് എപ്പോഴും ഉണ്ടാവും. ഇപ്പൊ ഈ രാഷ്ട്രം എന്ന് പറയുമ്പോൾ അത് എപ്പോഴും ശാശ്വതമാണ്, സ്ഥിര സംവിധാനമാണ്, അത് പിരിച്ചുവിടൂല അല്ലെ. പക്ഷെ നമ്മുടെ ഒരു സംഘടന, അസോസിയേഷൻ എന്ന് പറയുമ്പോഴോ അതിനൊരു ലക്ഷ്യം ഉണ്ടാവും. ആ ലക്ഷ്യം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ആ അസോസിയേഷൻ പിരിച്ചുവിടും, അല്ലെങ്കിൽ ഏത് നിമിഷവും പിരിച്ചുവിട്ടേക്കാം. അപ്പൊ അതൊരു പോയിന്റ് ആണ്. രാഷ്ട്രം ശാശ്വതമാണ്, രാഷ്ട്രം ഒരിക്കലും പിരിച്ചുവിടില്ല. പക്ഷെ ഒരു സംഘടന എന്ന് പറയുമ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും എന്ത് ചെയ്യാം? പിരിച്ചു വിടാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്.
ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് അസോസിയേഷനിൽ പറയാനുള്ളത് സിമ്പിൾ ആണ്, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ലാസ്റ്റ് അല്ലെ, ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് നാഷൻ. നാഷനും സ്റ്റേറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ? നമ്മൾ ഓൾറെഡി പറഞ്ഞു, നാഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്നൊരു വികാരമാണ് അല്ലെ, നമ്മൾ ഇന്ത്യക്കാരാണെന്നുള്ളൊരു വികാരമാണ്. അപ്പൊ സ്റ്റേറ്റും നാഷനും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ഒരു നാഷൻ എല്ലായ്പ്പോഴും ഒരു സ്റ്റേറ്റ് ആകണമെന്നില്ല, ഒരു സ്റ്റേറ്റ് എല്ലായ്പ്പോഴും ഒരു നാഷൻ ആകണമെന്നില്ല. നമ്മൾ പറഞ്ഞു ഒരു സ്റ്റേറ്റ് ഉണ്ട്, ഒരു രാഷ്ട്രമുണ്ട്, അത് നാഷൻ ആവണമെന്നുണ്ടോ? ആ രാഷ്ട്രത്തിലെ എല്ലാ ആളുകൾക്കും നമ്മൾ എന്നൊരു ചിന്ത അല്ലെങ്കിൽ ആ രാഷ്ട്രത്തോടുള്ള ഇഷ്ടം ഇതൊക്കെ വരുമ്പോഴാണ് അതൊരു നാഷൻ ആവുന്നത്. അപ്പൊ ആദ്യത്തെ പോയിന്റ് അതാണ്, ഒരു നാഷൻ എല്ലായ്പ്പോഴും സ്റ്റേറ്റ് ആകണമെന്നില്ല, ഒരു സ്റ്റേറ്റോ എല്ലായ്പ്പോഴും നാഷൻ ആകണമെന്നില്ല. ഇപ്പൊ നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മളൊരു നാഷൻ ആണ് അല്ലെ. ഈ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഇന്ത്യ ഒരു നാഷൻ അല്ല എന്ന് പറയാറുണ്ട്. അതായത് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഇവിടെ പല നാട്ടുരാജ്യങ്ങളാണ്, പല കൾച്ചേഴ്സ് ആണ്, പല ഭാഷകളാണ്, പല ലാംഗ്വേജസ് ഒക്കെ ആയിരുന്നു. ബ്രിട്ടീഷുകാർ വന്ന ശേഷം അവരോട് നമുക്കൊരു വിദ്വേഷം ഉണ്ടായി, ഇവരെ ഇവിടുന്ന് ഒഴിവാക്കണം, ഇത് ഞങ്ങളുടെ രാജ്യമാണ്, ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, ഇത് ഞങ്ങളുടെ സംസ്കാരമാണെന്നുള്ളൊരു ചിന്ത അപ്പോഴാണ് നമുക്ക് വരുന്നത്. അങ്ങനെ അവര് ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട്, അവരെ ഇവിടുന്ന് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് കൂടിയപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു നാഷൻ രൂപപ്പെടുന്നത്. അങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ ഒരുപാട് നാഷണലിസ്റ്റ് മൂവ്മെന്റ് ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു നാഷൻ ആയിരുന്നില്ല. ബ്രിട്ടീഷുകാർ ഇവിടെ വന്നപ്പോൾ അവർക്കെതിരെയുള്ള നമ്മുടെ വൈരാഗ്യങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടാണ് അവരിവിടുന്ന് പുറത്താക്കണം, ഞങ്ങളാണ്, ഞങ്ങൾ ഇന്ത്യക്കാരാണെന്നുള്ള ഒരു മനോഭാവം വന്നിട്ടാണ് ഇന്ത്യ നാഷൻ ആവുന്നത്. അപ്പൊ അത്തരത്തില് ഒരു നാഷൻ എല്ലായ്പ്പോഴും സ്റ്റേറ്റ് ആകണമെന്നില്ല, ഒരു സ്റ്റേറ്റ് എല്ലായ്പ്പോഴും നാഷൻ ആകണമെന്നില്ല എന്നൊന്ന് മനസ്സിലാക്കുക. ഇനി സെക്കൻഡ് പോയിന്റ് നമ്മൾ പറഞ്ഞു, സ്റ്റേറ്റിന്റെ പ്രധാനപ്പെട്ട സവിശേഷതയാണ് ഇത് പരമാധികാരം അല്ലെ. അത് സ്റ്റേറ്റിന്റെ പ്രധാനപ്പെട്ട സവിശേഷതയാണ്. ഒരു നാഷന്റെ പ്രധാനപ്പെട്ട സവിശേഷത പരമാധികാരമല്ല. പരമാധികാരം ഒരു നാഷന്റെ പ്രധാനപ്പെട്ട സവിശേഷതയല്ല. ഇനി മൂന്നാമത്തത്, സ്റ്റേറ്റ് ഒരു രാഷ്ട്രീയ സങ്കല്പമാണ്. നമ്മൾ പറഞ്ഞു അല്ലെ, രാഷ്ട്രീയമായിട്ട് സംഘടിക്കുന്ന ജനങ്ങൾ, ഒരു രാഷ്ട്രീയ സങ്കല്പം. ഇപ്പൊ ഗവൺമെന്റ്, ഭരണം, നിയമം എന്നൊക്കെ പറയുന്ന ഒരു പൊളിറ്റിക്കൽ സങ്കല്പമാണ്, രാഷ്ട്രീയ സങ്കല്പമാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. എന്നാൽ നാഷൻ ഒരിക്കലും ഒരു രാഷ്ട്രീയ സങ്കല്പമല്ല. നാഷൻ എന്താണ്, ഒരു സാംസ്കാരികവും മാനസികമായിട്ടുള്ള സങ്കല്പമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു നമ്മൾ എന്നൊരു വികാരം അല്ലെ, ഇത് നമ്മുടെ സംസ്കാരമാണ്, നമ്മുടെ ചരിത്രമാണ്. അത്തരത്തില് ഒരു സാംസ്കാരികവും മാനസികമായിട്ടുള്ള വികാരമാണ് നമ്മുടെ നാഷൻ എന്ന് പറയുന്നത്. അതും പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് ആണ്. ഇനി ലാസ്റ്റ് ഡിഫറൻസ്, സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, നിയമവിധേയമാണ്. എന്നാൽ നാഷൻ എന്ന് പറയുന്നതോ ഒരു മാനസികാവസ്ഥയാണ്. നമ്മൾ പറഞ്ഞ പോയിന്റിനെ ഒന്നുകൂടി വേറെ രീതിയിൽ പറയാണ്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നിയമവിധേയമാണ്. നമ്മൾ പറഞ്ഞു അടിസ്ഥാനം സ്റ്റേറ്റിന്റെ നിയമങ്ങളാണ്. എന്നാൽ നാഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു മനോവികാരാണെന്ന് പറയാം. ഇത് ഞങ്ങളുടെ രാജ്യമാണ്, ഇത് ഞങ്ങളുടെ കൾച്ചറാണ്, ഇത് ഞങ്ങളുടെ ജീവിത രീതിയാണെന്നുള്ള നമ്മുടെ ഒരു മനോവികാരം, മാനസികാവസ്ഥയാണ് നാഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് നാഷനിൽ പറയാനുള്ളത്. അപ്പൊ ഒന്നുകൂടി പറയാം, ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് നാഷൻ. ഒരു നാഷൻ എല്ലായ്പ്പോഴും ഒരു സ്റ്റേറ്റ് ആകണമെന്നില്ല, ഒരു സ്റ്റേറ്റ് എല്ലായ്പ്പോഴും ഒരു നാഷൻ ആകണമെന്നുമില്ല. രണ്ടാമത്തത്, സ്റ്റേറ്റിന്റെ പ്രധാനപ്പെട്ട സവിശേഷതയാണ് പരമാധികാരം, എന്നാൽ അത് നാഷന്റെ സവിശേഷതയല്ല. മൂന്നാമത്തത്, സ്റ്റേറ്റ് ഒരു രാഷ്ട്രീയ സങ്കല്പമാണ്, നാഷനോ ഒരു സാംസ്കാരികവും മാനസികവുമായിട്ടുള്ള സങ്കല്പമാണ്. ഇനി ലാസ്റ്റ്, സ്റ്റേറ്റ് നിയമവിധേയമാണ്, എന്നാൽ നാഷൻ ഒരു മാനസികാവസ്ഥയാണ്. അപ്പോൾ അതും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ കമ്മിങ് ലൈവ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക, നമ്മുടെ കമ്മിങ് ലൈവ് ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം കേട്ടോ. എനിവേ ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിലെ എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. നമ്മളിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനിയിപ്പോ നിങ്ങളുടെ മനസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലെ. നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പൊളിറ്റിക്കൽ സയൻസിൽ വരുന്ന ക്വസ്റ്റ്യൻ സ്ട്രക്ചർ എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ്, എത്ര മാർക്കിനൊക്കെയാണ് വരിക. അപ്പൊ ആ ഒരു വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുകയാണ്. കാണാത്തവർ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കാണുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു മാർക്കിന് വരുന്ന ചോദ്യം, 2 മാർക്കിന്. അപ്പൊ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ ഓക്കെ, മേ ബി ഈ ചോദ്യം 1 മാർക്കിന് വരാം, ഈ ചോദ്യം 2 മാർക്കിന് വരാം. ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവും അല്ലെ. അപ്പൊ അത് ശരിയാ നോക്കാം. നമുക്ക് കുറച്ച് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ്, ഡിഫൈൻ ദ ടേംസ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് കേട്ടോ. ഇപ്പൊ മേ ബി ഡിഫൈൻ നാഷൻ എന്ന് ചോദിക്കാം, ഡിഫൈൻ ഗവൺമെന്റ് ചോദിക്കാം, ഡിഫൈൻ സ്റ്റേറ്റ് എന്ന് ചോദിക്കാം, ഡിഫൈൻ അസോസിയേഷൻ എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോ ഡിഫൈൻ ദ ടേംസ് 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഡിഫൈൻ ദ സ്റ്റേറ്റ്, എന്താണ് സ്റ്റേറ്റ്? അല്ലെങ്കിൽ ഡിഫൈൻ നാഷൻ, എന്താണ് നാഷൻ? അല്ലെങ്കിൽ ഡിഫൈൻ ഗവൺമെന്റ്, എന്താണ് ഗവൺമെന്റ്? അല്ലെങ്കിൽ ഡിഫൈൻ അസോസിയേഷൻ, എന്താണ് അസോസിയേഷൻ? ഇങ്ങനെ 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചു. അപ്പൊ ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക, ആ പഠിച്ച ഭാഗം നോക്കുക, ഓർത്തെടുക്കുക. ഇനി രണ്ടാമത്തത്, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ
സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി. ഇപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ, സ്റ്റേറ്റും സൊസൈറ്റിയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പറഞ്ഞു. ഡിസ്റ്റിങ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് അതർ അസോസിയേഷൻ, ഡിസ്റ്റിങ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ്, ഡിസ്റ്റിങ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് നാഷൻ. നമ്മൾ പറഞ്ഞു അല്ലെ, ഈ 4 കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചത്. അപ്പൊ ആ 4 കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് പരീക്ഷയ്ക്കും എക്സാമിനും എക്സ്പെക്ട് ചെയ്യാനുള്ളത്. അപ്പൊ ക്ലിയർ ആയിട്ട് കേൾക്കുക. ഒന്നുകൂടി കേൾക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക, ഒന്നുകൂടി ക്ലാസ് കേൾക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ കമ്മിങ് ലൈവ് ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം കേട്ടോ. ഇനി ലാസ്റ്റ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചർ പഠിച്ച സമയത്ത് MCQ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ആദ്യത്തെ ഒരു 20 മാർക്സ് MCQ നമുക്ക് 1 വേർഡ് ആയിരിക്കും വരിക, മൾട്ടിപ്പിൾ ചോയ്സ് ഓപ്ഷൻസ് ഉണ്ടാവും, അതിന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നത്തെ ഒരു 2 മാർക്കിന്റെ 15 ക്വസ്റ്റ്യൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത്തരത്തിൽ കുറച്ച് ക്വസ്റ്റ്യൻസ്, നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ കമ്മിങ് ലൈവ് ക്ലാസ്സിൽ നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ലൈവ് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മൾ ടെക്സ്റ്റിൽ നിന്ന് എടുക്കുന്നതാണ്, ടെക്സ്റ്റിൽ നിന്ന് ഓരോ വരിയിൽ നിന്ന് എടുക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നോക്കാം. പോളിസ് ഫോർ ദ ആൻഷ്യൻ ഗ്രീക്സ് വാസ് ബോത്ത് ദ സിറ്റി ആൻഡ് ദ ഡാഷ്. പോളിസ് എന്ന് പറയുന്ന വാക്ക്, ഇപ്പൊ പൊളിറ്റിക്സ് എന്ന് പറയുന്ന പോലെ പോളിസ് എന്നൊരു വാക്ക് ആൻഷ്യൻ ഗ്രീക്കിന്, പഴയ ഗ്രീക്കുകാർക്ക് എന്താണ്, അത് സിറ്റി ആൻഡ് ദ ഡാഷ്, സിറ്റിയും ഡാഷുമായിരുന്നു. ഒരു മാർക്കിന് ചോദിക്കാം, എന്താണ്, സിറ്റിയും സ്റ്റേറ്റുമായിരുന്നു. അതുപോലെ തന്നെ സൊസൈറ്റി ബീങ് ഇൻസ്റ്റിങ്റ്റീവ് ഈസ് എ ഡാഷ് ഓർഗനൈസേഷൻ, ദ സ്റ്റേറ്റ് ബീങ് മെക്കാനിക്കൽ ഈസ് എ ഡാഷ് ഓർഗനൈസേഷൻ. സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഓർഗനൈസേഷൻ ആണ് അല്ലെ. ഒരു നാച്ചുറൽ ആയിട്ട് നമ്മൾ പറയുമല്ലോ, നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ, ആദ്യം ഉള്ളതാണ്, ഒരു നാച്ചുറൽ പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. എന്നാൽ സ്റ്റേറ്റ് അങ്ങനെയാണോ? അല്ല, സ്റ്റേറ്റ് പിന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ സ്റ്റേറ്റ് ഒരു ആർട്ടിഫിഷ്യൽ ഓർഗനൈസേഷൻ ആണ്, നമ്മൾ ഉണ്ടാക്കിയതാണ്. അപ്പൊ സൊസൈറ്റി എന്ന് പറയുന്നത് നാച്ചുറൽ ഓർഗനൈസേഷൻ ആണ്, സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴോ ആർട്ടിഫിഷ്യൽ ഓർഗനൈസേഷൻ ആണ്. അതുപോലെ ദ ഏരിയ ഓഫ് സൊസൈറ്റി ഈസ് എ ഡാഷ് കോർപ്പറേഷൻ. സൊസൈറ്റിന്റെ ഒരു കോർപ്പറേഷൻ എന്ന് പറയുന്നത് വളണ്ടറി, നിർബന്ധമാണ്. ദ ഏരിയ ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ഡാഷ് ആക്ഷൻ. സോ സ്റ്റേറ്റിലെ ആക്ഷൻ എന്ന് പറയുമ്പോഴോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മെക്കാനിക്കൽ ആക്ഷൻ ആണ് വരുന്നത്. ഇനി 4-മത്തത് ദ മെമ്പർഷിപ്പ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ഡാഷ്. സ്റ്റേറ്റിലെ മെമ്പർഷിപ്പ് എന്താണ്, കമ്പൾസറി, നിർബന്ധമാണ് അല്ലെ. നമ്മളൊക്കെ ജന്മം കൊണ്ട് ഒരു സ്റ്റേറ്റിലെ അംഗമാവുകയാണ്. അപ്പൊ സ്റ്റേറ്റിലെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് കമ്പൾസറി, നിർബന്ധമാണ്. അടുത്തത് ദ അതർ അസോസിയേഷൻ ഡു നോട്ട് പോസസ് ഡാഷ് ദ സ്റ്റേറ്റ് ഡസ്. നമ്മുടെ സ്റ്റേറ്റിനുള്ള ഒരു ഘടകം മറ്റ് അസോസിയേഷനിലില്ല. ഏതാണ് സോവേർണിറ്റി അല്ലെ, പരമാധികാരം സ്റ്റേറ്റിനുണ്ട്, മറ്റ് അസോസിയേഷൻസിനുണ്ടോ? ഇല്ല. അപ്പോൾ ഇത്തരത്തില് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്. അപ്പൊ ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ലൈവ് ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു മോഡൽ ഇവിടെ ജസ്റ്റ് ഒന്ന് 1 വേർഡിന്റെ മോഡൽ ഇട്ടു എന്നുള്ളൂ. അപ്പൊ ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ലൈവ് ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം. അപ്പൊ ക്ലാസ് കൃത്യമായിട്ട് കേൾക്കുക. ദെൻ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ കമ്മിങ് ലൈവ് ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു, മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് കമന്റ് ചെയ്യാം. എനിവേ, താങ്ക് യു.